അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ RTV ലൈവ് ന്യൂസ് ഇന്ത്യ തമിഴ്നാട്ടിലെ 38 ജില്ലകളിലായി 234 അംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല അരിയല്ലൂരാണ്. അരിയല്ലൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും കോൺഗ്രസ് DMK സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. AIADMK BJP സഖ്യമായ NDA സഖ്യത്തിനോ TVK സഖ്യത്തിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ചെങ്കൽപ്പെട്ടാണ്. ചെങ്കൽപ്പെട്ട് ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് DMK ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ BJP AIADMK സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചെന്നൈ ജില്ലയാണ്. ചെന്നൈയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 13 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കഡലൂരാണ്. കഡലൂരിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. TVK സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ധർമ്മപുരിയാണ്. ധർമ്മപുരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കഡലൂരാണ്. കഡലൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈറോഡാണ്. ഈറോഡിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കള്ളക്കുറിച്ചിയാണ്. കള്ളക്കുറിച്ചിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കരൂരാണ്. കരൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുരയാണ്. മധുരയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മയിലാടുതുറയാണ്. മയിലാടുതുറയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നാമക്കല്ലാണ്. നാമക്കല്ലിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും
3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നീലഗിരിയാണ്. നീലഗിരിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല പേരമ്പല്ലൂരാണ്. പേരമ്പല്ലൂരിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് DMK സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല പുതുക്കോട്ടയാണ്. പുതുക്കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രാമനാഥപുരമാണ്. രാമനാഥപുരം ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റാണിപ്പേട്ടയാണ്. റാണിപ്പേട്ടയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സേലമാണ്. സേലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവഗംഗയാണ്. ശിവഗംഗയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തെങ്കാശിയാണ്. തെങ്കാശി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തേനിയാണ്. തേനി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചിറപ്പള്ളിയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുനെൽവേലിയാണ്. തിരുനെൽവേലിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുപ്പൂരാണ്. തിരുപ്പൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവള്ളൂരാണ്. തിരുവള്ളൂരിൽ 8 സീറ്റുകളുള്ളത്. 8 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവണ്ണാമലയാണ്. തിരുവണ്ണാമലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവാരൂരാണ്. തിരുവാരൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല വെല്ലൂരാണ്. വെല്ലൂരിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വില്ലുപുരമാണ്. വില്ലുപുരം ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ
4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വിരുദനഗറാണ്. വിരുദനഗറിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കന്യാകുമാരിയാണ്. കന്യാകുമാരി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് TVKയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുപ്പത്തൂരാണ്. തിരുപ്പത്തൂരിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് AIADMK BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള 234 സീറ്റുകളിൽ 151 സീറ്റുകൾ വരെ DMK കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 68 സീറ്റുകൾ വരെ AIADMK BJP സഖ്യമായ NDA സഖ്യവും 15 സീറ്റുകൾ വരെ വിജയുടെ TVK എന്ന പാർട്ടിയും നേടാനാണ് സാധ്യത.